ഇവിടെ എന്നാ വേണ്ട? ഇവിടെ ദോശ, ഇവിടെ പൊറോട്ട, ചമ്മന്തി. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ എല്ലാം എടുത്തു തരാനാ. നിങ്ങൾ ഇങ്ങനെ തിരുതി വെക്കരുതേ. കപ്പയും പോട്ടിയുണ്ട്, അത് വേണോ? ചേട്ടാ, കൈ കഴുകാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റ് കണ്ടില്ലേ, അത് കൈ കഴുകാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ തിരുതി വെക്കല്ലേ, ഇതല്ലേ നിങ്ങൾക്കുള്ളതല്ലേ, എടുത്തു തരാന്നേ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്റെ തലയ്ക്ക് ഓളമാണ്. ഇങ്ങനെയൊക്കെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. രാവിലെ നേരം വെളുത്ത് തുറന്ന കടയാ. ഇതുവരെയായിട്ടും ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വന്നിട്ടില്ല. ആകെ പോയത് ഒരു ചായ, അതും എൻ്റെ കൈ തട്ടി. പുല്ലിത് കത്തുന്നുമില്ല. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുള്ള എന്തായാലും ബാലേ പൊളിയും ഓടുമ്പോ എന്റെ കൈ പിടിച്ച് ഓടണമെന്ന്. നീ ഇത് നാട്ടുകാരെ കൈ പിടിച്ച് ഓടിച്ചിട്ട് എവിടെ അടി പോയി? ചേർത്തലല്ലോ, അവിടെ എന്റെ പരിപാടി. കൊണ്ടുവല്ലോ, തൊട്ട് തല്ലിക്കോ. അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് തൊട്ട് തല്ലേണ്ടതാ. അല്ലല്ല, ഒന്നിച്ച് ബാല കളിക്കേണ്ടത്. ഹലോ, ഇതെന്നാണ് ഹൗസ് ബോട്ടിലായിരുന്നോ പരിപാടി? അങ്ങനെ ചോദിച്ചേ. അണ്ണന്റെ തലയെല്ലാം പായലിരിക്കുന്നത്. ഇവിടെ അക്കരല്ലായിരുന്നു പ്രോഗ്രാം. പരിപാടി കഴിഞ്ഞപ്പോ കമ്മിറ്റിക്കാർക്ക് മോടാ 20,000 പരിപാടിയില്ല 10,000 തിരിച്ചു കൊടുക്കണോ? ഞാൻ കൊടുക്കുവോ? വിഷുവായി അവതാരം ഒന്നും തൊള്ളേ വെകളായി അവതാരം ഞാൻ ദേഷ്യം 6 നീന്തിയാൽ ഇക്കരെ കടന്നു. അല്ല, പരിപാടി പൊളിഞ്ഞിട്ട് നീന്തി കയറിയതല്ല. അണ്ണാ, നിങ്ങളൊക്കെ പരിപാടിക്ക് മുന്നേ കാശ് മേടിക്കും? ഞങ്ങൾ പരിപാടിക്കും. എന്തിനാണ് അങ്ങനെ മേടിക്കുന്നത്? അത് കഴിയുമ്പോ അത് തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ? അടിപൊളി വാളാണല്ലോ അണ്ണാ. എടാ, ഈ വാളിന്റെ രഹസ്യം നിനക്ക് അറിയത്തില്ല. ഇതാണ് എന്റെ സകല ഐശ്വര്യത്തിന്റെയും വാള്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അപ്പനപ്പന്മാർ തലമുറകൾ കൈമാറി വരുന്ന വാളായത്. കിട്ടിക്കട്ടെ. ബോണ്ട ഇന്നത്തേതാണോ? അണ്ണാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്നെ വേണമെന്നും പറഞ്ഞു എന്റെ ബോണ്ടയെ കുറ്റം പറയല്. എന്റെ ബോണ്ട ഈ നാട്ടിൽ ഫേമസാ. അമ്മയുടെ പരിപാടിക്ക് വരെ എന്റെ ബോണ്ട എവിടുന്ന് കൊണ്ടുപോകുന്നത്? റബ്ബർ വെട്ടാൻ പോകുന്ന സുധാകരന്റെ അമ്മയുടെ 16-ന് എന്റെ ബോണ്ട എവിടുന്ന് കൊണ്ടുപോയത്? ഫസ്റ്റ് ഞാൻ വിചാരിച്ച താരങ്ങളുടെ അമ്മയായിരിക്കും. അണ്ണാ, ഒരു ചൂട് ബോണ്ട എടുക്കട്ടെ? വേണ്ട, ഗ്യാസ. അന്നാ ഒരു പരിപ്പോടെ എടുക്കാം. എന്റെ പൊന്നു കൂടെ പുറപ്പേ എനിക്ക് വേണ്ട. ഗ്യാസാണ്, ഭയങ്കര ഗ്യാസാ. നല്ല ഗ്യാസാണ് അണ്ണാ, നല്ല ഗ്യാസാണ്. അത് എന്റെ വയറ് കണ്ടോ? അണ്ണാ, ഒരു കാര്യം ചെയ്യുന്ന, ആ ബെഞ്ചിന്ന് മാറി കുറ്റിയോട്ട് ഇരിക്കാവോ? ഇത് കാലിയാ. നീ ഒരു ലക്ഷ്മണ്ടി എടുക്ക. എന്നാ എനിക്ക് നാരങ്ങ പിഴിഞ്ഞ് കടിഞ്ഞെടുക്കത്തില്ല, ലക്ഷ്മണ്ടി. എന്റെ പൊന്നണ്ണ, അത് ലെമണ്ടി. ഞങ്ങളിങ്ങനെ പുരാണ കഥാപാത്രങ്ങളെ വെച്ചൊക്കെ സംസാരിക്കും. അണ്ണ, അണ്ണൻ എത്ര പിള്ളേരാണ്? എനിക്ക് 6 കുട്ടികൾ. ഇന്നാൾ അണ്ണൻ വന്നപ്പോ പറഞ്ഞ 3 പിള്ളേരെന്നല്ലേ? ഇത് അത് 3 വർഷം മുമ്പല്ലേ? പ്രളയം, വെള്ളപ്പൊക്കം, ലോക്ക്ഡൌൺ, ഇതൊക്കെയാണ് പിള്ളേരുടെ പേര്. അതല്ല, ഈ സമയത്തുണ്ടായ ബാക്കി 3 ഉണ്ടാവും. അണ്ണൻ ഈ വർഷം ഏത് സമിതിയിലാണ് കളിക്കുന്നത്? ഞാൻ ഈ വർഷം തിരുവനന്തപുരം സരസ് അവതരിപ്പിക്കുന്ന കംസവദം ബാലെ. കംസനായിട്ട് ഞാൻ കസറുകയാണ്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവിടെ പൊൻപിടിയമ്പലത്തിൽ ഈ ബാല ഉണ്ടായിരുന്നല്ലോ. അണ്ണനെ ബാല ശേല കണ്ടില്ലല്ലോ. എടാ, അതെ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ബാലെ പൊളിഞ്ഞില്ലേ, പിന്നെ നീ എന്നെ എങ്ങനെ കാണാനാ? എന്നൊക്കെയാണ് അണ്ണന്റെ കഴിഞ്ഞ വർഷത്തെ ബാല ലങ്കാദഹനം. എന്തുമാത്രം അടികൊണ്ടിട്ടുള്ള ബാല. എന്നാ ടെക്നിക്കാണ്, അടിപൊളി ടെക്നിക്കല്. അണ്ണ, അതിന്റെ അകത്ത് അവസാനം ഉണ്ടല്ലോ, ലങ്ക കത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് കിടുക്ക സംഭവമായിരുന്നു കേട്ടോ. എടാ, അതെ, ലങ്ക കത്തിയൊന്നും അല്ല, പിന്നെ പരിപാടി പൊളിച്ചപ്പോ നാട്ടുകാർ സ്റ്റേജ് കത്തിച്ചല്ലേ. ഇതേപോലെ സംഭവം തന്നെ ശിവാനന്ദപുരം അമ്പലത്തിലുണ്ടായി. പക്ഷേ കരിയിലക്കുളങ്ങര അമ്പലത്തിൽ അതിനുള്ള അവസരം ഞാൻ ജനങ്ങൾക്ക് കൊടുത്തില്ല. അണ്ണൻ അവിടെ അടിച്ചു പൊളിച്ചു വന്നല്ല. പിന്നെ പരിപാടി തലേദിവസം ഞാൻ പോയി സ്റ്റേജ് എത്തിച്ചു. പക്ഷെ ടെക്നിക്ക് ആണെങ്കിൽ ഈ വർഷത്തെ ഞങ്ങളുടെ ബാല ടെക്നിക്ക് ടെക്നിക്ക് അതിന് ലാസ്റ്റ് വാൾപ്പേറ്റ് ഈ വാൾപ്പേറ്റ് നടക്കുമ്പോൾ എന്റെ വാളിൽ അറ്റത്തുനിന്ന് തീപ്പൊരി ഇങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ കറങ്ങി ഒരു അടിയോട്ട് ടെക്നിക്ക്. അണ്ണാ, അണ്ണൻ ഇത്രയും കാലം പറഞ്ഞ കള്ളമായിരിക്കാം, പക്ഷെ ഇപ്പം പറഞ്ഞ സത്യമാ. എന്ത്? 5 മിനിറ്റ് അല്ല അണ്ണ, 10 മിനിറ്റ് ആയിട്ട് നിന്ന് കത്തുക. എന്തോന്ന്? അണ്ണന്റെ ഈ വാള്. എടാ ദ്രോഹി, എന്റെ വാള്.